പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? പിന്നെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പിന്നെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഞാനാ, വേറെ ആരുമില്ല, വേറെ ഒന്നുമില്ല. ഭൂമിയിലെ കാര്യങ്ങളില്ല, കാറില്ല, വീടില്ല, സമ്പത്തില്ല, ഒന്നുമില്ല. അതൊന്നും നിങ്ങളുടെ തലേ കയറത്തില്ല, മനസ്സിലും കയറത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെ എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകുവാൻ. യേശു 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 എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ കാണത്തുള്ളൂ. അതാണ് ഡേ ഓഫ് പെന്റിക്കോസ്റ്റ് കൊണ്ടുണ്ടാകുന്ന പ്രത്യേകത. അവരെന്താ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പിന്നെ യേശുവാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ പ്രസംഗങ്ങൾ പോലും, അതിനകത്ത് പ്രസംഗകരും കുറ്റക്കാരാണെന്ന് തന്നെ എൻ്റെ ചിന്ത. നല്ലൊരു ശതമാനം പ്രസംഗകരും കുറ്റക്കാരാ. അവരാരും യേശുവിനെ കുറിച്ചൊന്നും അല്ല പ്രസംഗിക്കുന്നത്. സമ്പത്തിനെ കുറിച്ചും ഗിമ്മി ഗിമ്മി ബ്ലസ് മീ ബ്ലസ് മീ, ഇതേ ഉള്ളൂ പ്രസംഗം. പ്രാർത്ഥന, തരണേ തരണേ, അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ. പ്രസംഗം മുഴുവൻ എന്താ? നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, ഇല്ലേ? വേറെ ഒന്നും പ്രസംഗിക്കുന്നില്ല. യേശുവിനെ കുറിച്ച് ഇടയ്ക്കൂടെ എന്തെങ്കിലും പറഞ്ഞാലും, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിന്? നിനക്ക് കാറ് തരാൻ, നിനക്ക് വീട് തരാൻ, നിനക്ക് പണം തരാൻ, നിന്റെ കടം മാറ്റാൻ. അതിന് യേശു. എടാ, യേശുവിനെ നിനക്ക് വേണ്ടായോ? ഇതൊക്കെ മതിയോ? ഇവരാരും യേശുവിനെ അല്ല കൊടുക്കുന്നത്. സമ്പത്ത്, കടം മാറ്റുക, ഇതുപോലെ ഭൗമികമായ കാര്യങ്ങൾ. ഭൗമികമായ കാര്യങ്ങൾ. ഈ മീറ്റിങ്ങിൻ്റെ കാര്യം ഒരാൾ എന്നോട് പറഞ്ഞു. ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഇവിടെ ഒരു സുവിശേഷ യോഗം നടക്കുന്നുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ, വിടുതലുണ്ടോ? വിടുതലുണ്ടോ? എന്തുവാ ഇവിടെ വന്നാൽ വല്ലതും കിട്ടുമോ? കിട്ടുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? അവര് പറയുന്ന സമ്പത്ത് കിട്ടുമോ, കാറ് കിട്ടും, എന്തോ കിട്ടുന്ന വിടുതലുണ്ടോ? അല്ല, വിടുതൽ വേണ്ടത് നിന്റെ ഈ സ്വഭാവത്തിൽ നിന്നും, നിന്റെ ഈ എന്തോ ഭൗമിക മോഹങ്ങളിൽ നിന്നാ വിടുതൽ വേണ്ടത്.